ആരുടെ കുറവാ? നിങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെ കുറവാണ്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്തെങ്കിലും ശാപമാണോ? എന്റെ അപ്പനപ്പന്മാർ ചെയ്ത അകൃത്യം കൊണ്ടാണോ? ചോദ്യമുണ്ടോ? വാട്ട് ഈസ് റീസൺ? നമ്മളെല്ലാം കാരണം അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി? എല്ലാവരുടെയും നന്മ മാത്രം പ്രതീക്ഷിച്ച എനിക്ക് എന്റെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകും? ഈ ചോദ്യം പലരുടെ ഉള്ളിലുണ്ട്. ശിഷ്യന്മാർ ഇതാ ചോദിച്ച, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? വാട്ട് ഈസ് റീസൺ? യേശു മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നുള്ളതിനല്ല, എന്തിനു വേണ്ടി അവൻ കുരുടനായി. എന്തിനു വേണ്ടി ദൈവം എന്നെ അതിലൂടെ കടത്തിവിട്ടു? ദൈവം എന്തിനു വേണ്ടി അത് അനുവദിച്ചു? ദൈവം എന്തുകൊണ്ട് ആ സാഹചര്യം അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിനക്കുയർത്തി പിടിക്കാൻ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. യേശു കണ്ടു. ഞാൻ യേശുവിനെ കണ്ടതല്ല അത്ഭുതം, യേശു എന്നെ കണ്ടതാണ്. അവനെ അറിയാത്തവരെയും അവൻ അറിയാം. യേശു എന്നെ കണ്ടു എന്ന് പറയുന്നതാണ് ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതം. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഈ കുരുടന് ബൈബിളിലെ മറ്റ് പല കുരുടന്മാരിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ടായിരുന്നു. ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്യും? അപ്പൊ ഇത് 9-ാം അധ്യായത്തിലാ ചോദിക്കുന്നത്. കാരണം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം എഴുതേ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പാപം ചെയ്യരുത്. 9-ാം അധ്യായത്തിൽ വരുമ്പോ ഒരു കുരുടനെ കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം? ഇത് ആരുടെ കുറവാ? നിങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെ കുറവാണ്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്തെങ്കിലും ശാപമാണോ? എന്റെ അപ്പനപ്പന്മാർ ചെയ്ത അകൃത്യം കൊണ്ടാണോ? ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ആരുടെ പ്രാക്കാണ്? ശാപമാണ്? തിന്മയാണ്? എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത്? ചോദ്യമുണ്ടോ? വാട്ട് ഈസ് റീസൺ? നമ്മളെല്ലാം കാരണം അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി? ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു? ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ വൈഷമ്യങ്ങൾ സംഭവിക്കുന്നു? എല്ലാവരുടെയും നന്മ മാത്രം പ്രതീക്ഷിച്ച എനിക്ക് എന്റെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? ഈ ചോദ്യം പലരുടെ ഉള്ളിലുണ്ട്. ശിഷ്യന്മാർ ഇതാ ചോദിച്ച, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? വാട്ട് ഈസ് എ റീസൺ? ഇവന്റെ പാപമാണോ? ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? പിതാക്കന്മാരുടെ ശാപമാണോ? യേശു മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നുള്ളതിനല്ല, എന്തിനു വേണ്ടി അവൻ കുരുടനായി. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാനത്രേ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി? എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ തലയും കുത്തി അന്വേഷിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടില്ല. പക്ഷെ മറുപടി ഇപ്പുറത്ത് തരാം. എന്തിനു വേണ്ടി ഇത് സംഭവിച്ചു? ലാസറിന്റെ ഭവനത്തിൽ യേശു വരുന്നതിന് മുൻപ് യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടുവാനത്രേ. എന്റെ സകല പ്രശ്നങ്ങളെയും എന്റെ ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. എന്തുകൊണ്ട് എന്ന് നീ ചോദിച്ച പലതിനും എന്തിനു വേണ്ടിയായിരുന്നു അത് സംഭവിച്ചത്? എന്തിനു വേണ്ടി ദൈവം എന്നെ അതിലൂടെ കടത്തിവിട്ടു? ദൈവം എന്തിനു വേണ്ടി അത് അനുവദിച്ചു? ദൈവം എന്തുകൊണ്ട് ആ സാഹചര്യം അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിനക്കുയർത്തി പിടിക്കാൻ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഈ പ്രളയത്തിനപ്പുറത്ത് ഒരരാരത്ത് പർവ്വതം നിനക്കുണ്ട്. ഈ ചെങ്കടലിനപ്പുറത്ത് ഒരു വാഗ്ദത്ത ദേശം നിനക്കുണ്ട്. ഈ പൊട്ടക്കിണറുകൾക്കും കാരാഗ്രഹത്തിനും പൊത്തീഫറിന്റെ ഭാര്യ ഉന്നയിക്കുന്ന അപവാദങ്ങൾക്കും അപ്പുറത്ത്
നിനക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരു പദവിയുണ്ട്. ഇതിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്. ഈ കല്ലറയ്ക്കും ക്രൂശീകരണത്തിനും അപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട്. ഈ ചെങ്കടലിന്റെ അവസാനമല്ല. ഈ എരിയുന്ന തീച്ചൂളയോ സിംഹക്കുഴിയോ എന്റെ അവസാനമല്ല. ഈ മിഥ്യാന്യ ശക്തികൾ എന്റെ അവസാനമല്ല.